കോഴിക്കോട്ടും കണ്ണൂരിലും വീട്ടിലെ വോട്ടിൽ ക്രമക്കേടെന്ന് പരാതി. കുന്നമംഗലത്ത് പായമ്പുറത്ത് ജാനകിയമ്മയ്ക്ക് പകരം കൊടശ്ശേരി ജാനകിയമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് പരാതി. നമ്മളവിടെ അവർ BLO വന്നിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിരുന്നു അമ്മേൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ ആ ലിസ്റ്റിൽ BLOൻ്റെ ലിസ്റ്റിൽ വന്നപ്പോൾ അമ്മയുടെ പേരില്ല. നമ്മൾ സാധാരണ നമ്മൾ ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരാളെ ID കാർഡ് ഉണ്ടാവും, അതേമാതിരി അവർ ക്രമ നമ്പർ ഉണ്ടാവും. ഇത് തന്നെയാണോ എന്ന് അവർ ബോധ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതൊന്നും അവിടെ ഇല്ല. BLO എന്താണോ പറഞ്ഞത് അത് അവർ ഓഫീസർമാർ ചെവിക്കൊണ്ട് അത് അങ്ങനെയാണ് ചെയ്തത്. നമ്മളെ പരാതി ഉണ്ടായിട്ടും നമുക്ക് അവർ ചെയ്യാൻ കഴിഞ്ഞില്ല. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം മാറിപ്പോയി നല്ല കേട്ടു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ആട് പോകാറ്റോ പോട്ടെ. അല്ല, ചെയ്യാൻ പാടുണ്ടെങ്കിലോ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നു പോയില്ലേ. ഇനിയിപ്പോൾ ചെയ്യണമെന്നുള്ള നിലയിലാണ് എൻ്റെ മനസ്സ് കിടക്കുന്നത്. അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് വന്നത്. കണ്ണൂരിൽ K കമലാക്ഷിക്ക് പകരം V കമലാക്ഷി വോട്ട് ചെയ്തു എന്നാണ് LDFന്റെ ആരോപണം. പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയെയും സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിലെ ക്രമക്കേടിലാണ് നടപടി. അതേസമയം കണ്ണൂർ കല്യാശ്ശേരിയിലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. വോട്ടറായ ദേവിക്ക് കണ്ണു കാണാത്തതിനാലാകണം ബ്രാഞ്ച് സെക്രട്ടറി സഹായിച്ചതെന്നും EP ജയരാജൻ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഈ വോട്ട് ചെയ്യാൻ പോകുന്നവരോടൊപ്പം പോകാം, അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ല, ഞാനതാ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്ത് കാര്യം അവിടെ പോയി ഒരാളെ ഒരു വോട്ട് കൊണ്ട് എന്താവാ? അല്ല, ഇതെന്താ എണ്ണി തീർന്നതാ? തുടക്കല്ലേ ഇത്? ഒരു വോട്ട് ഒരു വ്യക്തിയാണ്. അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാം അന്വേഷിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അതൊരു ഒറ്റപ്പെട്ട ഒരു ചെറിയ സംഭവമാണ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, ഈ വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വളരെ നിസ്സാരമായി ഇത് ഒരു വോട്ടിന്റെ കാര്യമല്ലേ എന്ന പ്രതികരണം LDF കൺവീനറിൽ നിന്ന് വരുന്നു. അതേസമയം തന്നെ വോട്ടറുടെ ചോദ്യവും പ്രസക്തമാണല്ലോ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണെന്നാണല്ലോ വോട്ടറും ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരമായി കാണുന്നത്? മറ്റു വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, വീട്ടിലെ വോട്ട് എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ പ്രായമായവർക്ക്, വയോധികർക്കൊക്കെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം എന്ന നിലയ്ക്ക് ക്രമീകരിച്ചിട്ടുള്ള ഒന്നാണ്. അതിന്മേലാണ് കൂടുതൽ പരാതികൾ ഉണ്ടാകുന്നത്. ആദ്യത്തെ പരാതി ഉണ്ടായത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരിയിലാണ്. അവിടെ LDFന്റെ പോളിംഗ് ഏജന്റാണ് ആരോപണ വിധേയൻ. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അവിടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തുകയും വോട്ട് CPIMന്റെ ബൂത്ത് ഏജന്റുമായ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നതായിരുന്നു പരാതി. അതിന് പിന്നാലെ ഇപ്പോൾ ഉയർന്ന 2 പരാതികളും LDF ആണ് ഉയർത്തുന്നത്. ആദ്യത്തെ പരാതിയിൽ LDF ആണ് ആരോപണ വിധേയരെങ്കിൽ ഇവിടെ LDF ആണ് പരാതി ഉയർത്തുന്നത്. കണ്ണൂരിൽ ഈ 2 സ്ഥലത്തും ആൾമാറാട്ടം നടന്നു. യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യേണ്ടവരുടെ വോട്ടിന് പകരം മറ്റുള്ള ആളുകളെ കൊണ്ട്, പേരിൽ സാമ്യമുള്ള മറ്റാളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. കോൺഗ്രസ് അനുഭാവമുള്ള BLOമാർ വലിയ ക്രമക്കേടും അട്ടിമറിയും ഈ വോട്ടിൽ നടത്തി കോഴിക്കോടും കണ്ണൂരും എന്നതാണ് LDF പരാതി. കണ്ണൂരിലേത് K കമലാക്ഷി എന്ന വോട്ടറാണ്. 82 വയസ്സുള്ള K കമലാക്ഷി എന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ 70-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടത് K കമലാക്ഷിയാണ്. പക്ഷേ BLO വോട്ട് രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയത് V കമലാക്ഷി എന്ന് പേരുള്ള ഒരു വോട്ടറുടെ വീട്ടിലേക്കാണ്. അവർ ലിസ്റ്റിൽ പേരില്ല. അങ്ങനെ ഒരാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. അതായത് ആൾ മാറാട്ടം നടന്നു എന്നതാണ് LDF പരാതി. ആ LDF പരാതിയിൽ BLOയെയും പോളിംഗ് ഓഫീസറെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജില്ലാ വരണാധികാരി. പ്രാഥമികമായി വീഴ്ച വന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ക്രിമിനൽ കേസ് കൂടി നൽകിയിട്ടുണ്ട്. കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വൈകാതെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കും എന്നാണ് നമ്മൾ BLOയ്ക്കും പോളിംഗ് ഓഫീസർക്കുമെതിരെ കേസെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമാനമായി കുന്നമംഗലത്തും സംഭവിച്ചത് ഇത് തന്നെയാണ്. അവിടെ വോട്ട് രേഖപ്പെടുത്തേണ്ട ലിസ്റ്റിൽ പേരുള്ള, വോട്ടിന് അപേക്ഷിച്ചിട്ടുള്ള ആൾക്ക് പകരം മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തുന്നു. ആ വോട്ടർ തന്നെ പറയുന്നു തൻ്റെ വോട്ട് ലിസ്റ്റിൽ വന്നപ്പോൾ താൻ വോട്ട് രേഖപ്പെടുത്തി എന്ന് കാണിക്കുന്നു. പക്ഷേ അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, വയോധിക വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെയും LDF ആണ് പരാതിക്കാർ. LDFന്റെ ആ പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്, ജില്ലാ വരണാധികാരി ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ നടപടിയിലേക്ക് പോയിട്ടില്ല. ഒരു സ്ഥലത്ത് LDF ആരോപണ വിധേയർ, 2 സ്ഥലത്ത് LDF കോൺഗ്രസ് അനുഭാവമുള്ള BLOമാരും ഉദ്യോഗസ്ഥരുമൊക്കെ ചേർന്ന് അവിടെ ക്രമക്കേട് നടത്തി എന്ന പരാതി ഉയരുന്നു. അതിലൊന്നിൽ നടപടി വന്നിരിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ LDFന് വലിയ
തോതിൽ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു കല്യാശ്ശേരി സംഭവം. പക്ഷേ ഇപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നു. അതിനിടെ രണ്ടു പക്ഷത്തു നിന്നും ആരോപണം ഉന്നയിക്കാൻ കഴിയും വിധം യഥാർത്ഥത്തിൽ കല്യാശ്ശേരിയിൽ BJP ആണ് പരാതിക്കാർ, LDFനും വിരുദ്ധ ചേരിയിലുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ വോട്ടറുടെ ഒരു മൗലിക അവകാശം, ഇക്കാര്യത്തിൽ വോട്ടർമാരുടെ അവരുടെ സ്വതന്ത്രമായി അവർ വിനിയോഗിക്കേണ്ട വോട്ടിംഗ് അവകാശത്തിൻ്റെ കാര്യത്തിൽ ലംഘനം ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെ വോട്ട്, അതിൻ്റെ രഹസ്യ സ്വഭാവം, അത് കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വോട്ടർക്ക് അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള കൃത്യമായ അവകാശം ഉറപ്പാക്കൽ എന്നീ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ആ കാര്യത്തിൽ മേൽ ഇനിയിപ്പോൾ കോഴിക്കോട് മാത്രമാണ് നടപടി വരാനിരിക്കുന്നത്. പക്ഷേ ശരി, ഈ വോട്ടിനി കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്.